സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 3 L's ഓഫ് എംപവർമെൻറ്റ്, വിമൻ ഇമാൻസിപ്പേഷൻ, വിമൻ എംപവർമെൻറ്റിന് സഹായകമായിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ദാറ്റ് ഈസ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ലേണിംഗ് ഏതൊക്കെ തരത്തിൽ സ്ത്രീകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു, അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. ലേണിംഗ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക, കയ്യിലിരിക്കുന്ന പാഠഭാഗം ഒന്ന് വായിച്ചു നോക്ക്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Nowhere is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. ഈ പാരഗ്രാഫിൻ്റെ ആശയം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ആദ്യം ലേണിങ്ങിനെ കുറിച്ച് അഥവാ പഠനത്തെക്കുറിച്ച്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഈസ് ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ മീൻസ് ബേസ്, അടിത്തറ. ഏതെങ്കിലും ഒരു കെട്ടിടം അല്ലെങ്കിൽ വീട് പണിയണമെങ്കിൽ ഉറപ്പുള്ള അടിത്തറ വേണം. ഇവിടെ എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ, എഡ്യൂക്കേഷൻ ഈസ് ദ ബേസ്. വിദ്യാഭ്യാസമാണ് അതിൻ്റെ അടിത്തറ. ഏതിൻ്റെയാണ്? എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. അതിൽ മാത്രമേ ഏതെങ്കിലും ഒരു ചേഞ്ച്, ഒരു സാമൂഹിക മാറ്റം, ബിൽഡ് നിർമ്മിക്കുക, ബിൽറ്റ് നിർമ്മിച്ചു. ഇനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതെങ്കിലും ഒരു മാറ്റം പടുത്തുയർത്താൻ ഏറ്റവും സഹായകമായിട്ടുള്ള ഒരടിത്തറ വിദ്യാഭ്യാസമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ലേണിംഗ് ഹെൽപ്സ് വിമൻ. അറിവ്, വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. എന്തിനാ? ടു ഹെൽപ്പ് ദംസെൽവ്സ്. എന്താ ദംസെൽവ്സ് എന്ന് പറഞ്ഞാൽ? അവരെ തന്നെ, സ്വയമായി. ഹെൽപ്പ് ദംസെൽവ്സ്, അവരെ തന്നെ സഹായിക്കാൻ. വിദ്യാഭ്യാസം അവരെ തന്നെ സഹായിക്കുന്നതിന് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. വാട്ട് ഡു യു മീൻ ബൈ ബ്രേക്ക്? തകർക്കുക, പൊട്ടിക്കുക. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ. ബ്രേക്ക് ദ ഷാക്കിൾസ്, തടസ്സങ്ങളെ മാറ്റാൻ, പ്രതിബന്ധങ്ങളെ തകർക്കാൻ. ഓഫ് എക്സ്ക്ലൂഷൻ, എക്സ്ക്ലൂഷൻ്റെ. എക്സ്ക്ലൂഡ് മീൻസ് ഒഴിവാക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻക്ലൂഡ്, ഉൾക്കൊള്ളുക. എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടൽ. ഒഴിവാക്കപ്പെടലെന്ന തടസ്സത്തെ, ആ പ്രതിബന്ധത്തെ തകർക്കാൻ വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു റിമൂവ് ദ ഹിൻഡ്രൻസസ്, ദ ഒബ്സ്റ്റക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. പലപ്പോഴും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്നത് വിദ്യാഭ്യാസമില്ല എന്ന കാരണം കൊണ്ടാണ്. യോഗ്യതയില്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന കാരണം കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഒഴിവാക്കപ്പെടുന്നത്. ബട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഒഴിവാക്കപ്പെടൽ എന്ന ആ തടസ്സത്തെ ഇല്ലാതാക്കാൻ, അതിനെ തകർക്കാൻ എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ. വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. നോവെയർ ഈസ് ദിസ് മോസ്റ്റ് എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഈ വിദ്യാഭ്യാസം ഈസ് മോർ എസെൻഷ്യൽ. എന്താ അർത്ഥം? എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. പറയാമല്ലോ, എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അത്യാവശ്യ വസ്തുക്കൾ. ഇറ്റ് ഈസ് മോർ എസെൻഷ്യൽ.
ഇത് കൂടുതൽ അത്യാവശ്യമാണ് എവിടെ? ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഒരു വികസ്വര രാജ്യം. നിങ്ങൾ ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ദർ ആർ 3 kinds ഓഫ് കൺട്രീസ്. ലോകത്ത് 3 തരം രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രി. ഡെവലപ്ഡ് മീൻസ് വികസിച്ചത്, ഡെവലപ്പിംഗ് വികസനം, അണ്ടർ ഡെവലപ്ഡ് എന്നാൽ അവികസിതമായിട്ടുള്ള. ഇപ്പോൾ വിദ്യാഭ്യാസം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എവിടെയാണ്? ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. വികസ്വര രാജ്യത്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡാഷ് that goes, if you educate a boy, you train a man. If you educate a girl, you train a village. That's an African adage. What do you mean by adage? Proverb. അഥവാ പഴഞ്ചൊല്ല്. ആഫ്രിക്കയുടെ ഒരു ഫേമസ് ആയ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പഴമൊഴിയുണ്ട്. അതിങ്ങനെയാണ്: ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. നിങ്ങൾ ഒരു ആൺകുട്ടിയെ വിദ്യാഭ്യാസം നടക്കുന്നെങ്കിൽ, ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുന്നെങ്കിൽ, ഇഫ് യു ഗിവ് എഡ്യൂക്കേഷൻ ടു എ ബോയ്, ഒരു ആൺകുട്ടിക്ക് നിങ്ങൾ എഡ്യൂക്കേഷൻ നൽകിയാൽ, യു ട്രെയിൻ എ മാൻ, നിങ്ങൾ ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്യുന്നു, പരിശീലിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അത് ആ ഒരു കുട്ടിയെ മാത്രം പരിശീലിപ്പിക്കലാണ്. എന്നാൽ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങൾ പെൺകുട്ടിയെ വിദ്യാഭ്യാസം നൽകുന്നതെങ്കിലോ, യു ട്രെയിൻ എ വില്ലേജ്, അതൊരു കുട്ടിയല്ല, ഒരു ഗ്രാമത്തെയാണ് നിങ്ങൾ അതുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതുമൂലം നിങ്ങൾ ചെയ്യുന്നത് ഗ്രാമത്തെ ആകെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് വികസനം, അണ്ടർ ഡെവലപ്ഡ് എന്നാൽ അവികസിതമായിട്ടുള്ള. ഇപ്പോൾ വിദ്യാഭ്യാസം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എവിടെയാണ്? ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. വികസ്വര രാജ്യത്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡാഷ് ദാറ്റ് ഗോസ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. ദാറ്റ്സ് എൻ ആഫ്രിക്കൻ അഡാഷ്. വാട്ട് ഡു യു മീൻ ബൈ അഡാഷ്? പ്രോവർബ് അഥവാ പഴഞ്ചൊല്ല്. ആഫ്രിക്കയുടെ ഒരു ഫേമസ് ആയ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പഴമൊഴിയുണ്ട്. അതിങ്ങനെയാണ്: ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. നിങ്ങൾ ഒരു ആൺകുട്ടിയെ വിദ്യാഭ്യാസം നടക്കുന്നെങ്കിൽ, ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുന്നെങ്കിൽ, ഇഫ് യു ഗിവ് എഡ്യൂക്കേഷൻ ടു എ ബോയ്, ഒരു ആൺകുട്ടിക്ക് നിങ്ങൾ എഡ്യൂക്കേഷൻ നൽകിയാൽ, യു ട്രെയിൻ എ മാൻ, നിങ്ങൾ ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്യുന്നു, പരിശീലിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അത് ആ ഒരു കുട്ടിയെ മാത്രം പരിശീലിപ്പിക്കലാണ്. എന്നാൽ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങൾ പെൺകുട്ടിയെ വിദ്യാഭ്യാസം നൽകുന്നതെങ്കിലോ, യു ട്രെയിൻ എ വില്ലേജ്, അതൊരു കുട്ടിയല്ല, ഒരു ഗ്രാമത്തെയാണ് നിങ്ങൾ അതുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതുമൂലം നിങ്ങൾ ചെയ്യുന്നത് ഗ്രാമത്തെ ആകെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കിനി അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. ലേബർ facilitates women to flourish and achieve their true potential. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. Globally, women can only 3/4 as much as men, even with the same level of education and in the same occupation. Surely, one of our most basic norms should be equal pay for equal work. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. അടുത്ത പാരഗ്രാഫ് ലേബറാണ് അഥവാ തൊഴിൽ. ഇഫ് ലേണിംഗ് ഈസ് ഫസ്റ്റ്
is the first step, labor is the second. ലേണിംഗ് ആദ്യ സ്റ്റെപ്പാണെങ്കിൽ ലേബർ രണ്ടാമത്തതാണ്. സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള 3 പടികളാണ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് ലേണിംഗ്, വിദ്യാഭ്യാസമാണെങ്കിൽ ലേബർ ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. അതിന് രണ്ടാമത്തെ പടിയാണ് ലേബർ അഥവാ തൊഴിൽ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ ഫെസിലിറ്റേറ്റ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഫെസിലിറ്റേറ്റ്? ടു എനേബിൾ ഓർ മെയ്ഡ് ഈസി, സുഗമമാക്കുക, എളുപ്പമുള്ളതാക്കുക, ആ വഴി എളുപ്പമാക്കുക. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ. വിദ്യാഭ്യാസം സ്ത്രീകളെ എളുപ്പമുള്ളതാക്കുന്നു, സ്ത്രീകളുടെ പാത എളുപ്പമുള്ളതാക്കുന്നു. എന്തിലേക്കുള്ളതാ? ടു ഫ്ലറിഷ്. അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ, അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ, അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ, അവർക്ക് തഴച്ചു വളരാൻ. ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. അച്ചീവ് മീൻസ് നേടുക. അപ്പം തഴച്ചു വളരാനും അവരെ ട്രൂ പൊട്ടൻഷ്യൽ, ശരിയായ പൊട്ടൻഷ്യൽ, ശരിയായ എബിലിറ്റി, ശരിയായ കഴിവ് അവർക്ക് നേടാനും തൊഴിൽ സ്ത്രീകളെ സഹായിക്കുന്നു. ഇപ്പോൾ തൊഴിലുള്ള വരുമാനമുള്ള ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവും. അപ്പോൾ അവർക്ക് തങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ, ശരിയായ കഴിവുകളെ നേടാനും അതേപോലെ സമൂഹത്തിൽ ഫ്ലറിഷ് ചെയ്യാനും വളരാനും വിദ്യാഭ്യാസം സ്ത്രീകളെ എന്ത് ചെയ്യുന്നു? എനേബിൾ ചെയ്യുന്നു. അവരുടെ പാത ഈസിയാക്കി മാറ്റുന്നു, അഥവാ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. പക്ഷേ ഇവിടെ അറ്റ് പ്രസൻറ്റ് വെൻ വിമൻ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്. പക്ഷേ ഇന്ന് സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുമ്പോൾ, ഇൻ ദ വർക്ക് ഫോഴ്സ്. ഇപ്പോൾ തൊഴിൽ മേഖലയിൽ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ, they too often tend to get stuck in low paying, low status and low security job. അവരെന്ത് ചെയ്യപ്പെടുന്നു? they often tend to means പ്രേരിപ്പിക്കപ്പെടുക. അവർ പലപ്പോഴും നിർബന്ധിക്കപ്പെടുകയാണ്, അവർ നിർബന്ധിതരാവുകയാണ്. എന്തിനാ? ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ. എന്താ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ? ഒട്ടിക്കുക, പറ്റിപ്പിടിക്കുക എന്നൊക്കെ അർത്ഥം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റിക്ക് നോ ബിൽസ്. മതിലുകളിലൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും സ്റ്റിക്ക് നോ ബിൽസ്. അതിൻ്റെ അർത്ഥം എന്താ? പരസ്യം പതിക്കരുത്. അപ്പോൾ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പതിക്കുക, അവരുടെ ഒട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കുക. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും പ്രേരിപ്പിക്കപ്പെടുകയാണ് ടു സ്റ്റക്ക് ലോ പേയിങ്, ലോ സെക്യൂരിറ്റി ആൻഡ് ലോ സ്റ്റാറ്റസ് ജോബ്സ്. ലോ പേയ്മെൻറ്റ്, കുറഞ്ഞ പേയ്മെൻറ്റ് കിട്ടുന്ന, കുറഞ്ഞ വരുമാനമുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളമുള്ളതും, ലോ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് ഇല്ലാത്ത, പദവി കുറഞ്ഞ, അതുപോലെ ലോ സെക്യൂരിറ്റി, സുരക്ഷിതത്വം കുറഞ്ഞതുമായ ജോലികൾ ചെയ്യാൻ, അതിൽ തന്നെ തുടരാൻ, അതിൽ തന്നെ സ്റ്റിക്ക് ടു, അവിടെ തന്നെ നിൽക്കാൻ, ഒട്ടിപ്പിടിച്ചിരിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരാകുകയാണ്. അവർക്ക് തൊഴിൽ വിട്ട് മറ്റിടത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവർക്ക് സുരക്ഷിതത്വമില്ലാത്ത, സ്റ്റാറ്റസ് ഇല്ലാത്ത, അല്ലെങ്കിൽ പേയ്മെൻറ്റ് വളരെ കുറവുള്ള ജോലികളിൽ തുടരാൻ അവൾ പലപ്പോഴും സ്ത്രീകൾ നിർബന്ധിതരായിട്ട് മാറുന്നു. they too often tend to get stuck in low paying, low status and low security job. അവരെന്ത് ചെയ്യപ്പെടുന്നു? they often tend to means പ്രേരിപ്പിക്കപ്പെടുക. അവർ പലപ്പോഴും നിർബന്ധിക്കപ്പെടുകയാണ്, അവർ നിർബന്ധിതരാവുകയാണ്. എന്തിനാ? ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ. എന്താ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ? ഒട്ടിക്കുക, പറ്റിപ്പിടിക്കുക എന്നൊക്കെ അർത്ഥം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റിക്ക് നോ ബിൽസ്. മതിലുകളിലൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും സ്റ്റിക്ക് നോ ബിൽസ്. അതിൻ്റെ അർത്ഥം എന്താ? പരസ്യം പതിക്കരുത്. അപ്പോൾ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പതിക്കുക, അവരുടെ ഒട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കുക. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും
പ്രേരിപ്പിക്കപ്പെടുകയാണ് ടു സ്റ്റക്ക് ലോ പേയിങ്, ലോ സെക്യൂരിറ്റി ആൻഡ് ലോ സ്റ്റാറ്റസ് ജോബ്സ്. ലോ പേയ്മെൻറ്റ്, കുറഞ്ഞ പേയ്മെൻറ്റ് കിട്ടുന്ന, കുറഞ്ഞ വരുമാനമുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളമുള്ളതും, ലോ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് ഇല്ലാത്ത, പദവി കുറഞ്ഞ, അതുപോലെ ലോ സെക്യൂരിറ്റി, സുരക്ഷിതത്വം കുറഞ്ഞതുമായ ജോലികൾ ചെയ്യാൻ, അതിൽ തന്നെ തുടരാൻ, അതിൽ തന്നെ സ്റ്റിക്ക് ടു, അവിടെ തന്നെ നിൽക്കാൻ, ഒട്ടിപ്പിടിച്ചിരിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരാകുകയാണ്. അവർക്ക് തൊഴിൽ വിട്ട് മറ്റിടത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവർക്ക് സുരക്ഷിതത്വമില്ലാത്ത, സ്റ്റാറ്റസ് ഇല്ലാത്ത, അല്ലെങ്കിൽ പേയ്മെൻറ്റ് വളരെ കുറവുള്ള ജോലികളിൽ തുടരാൻ അവൾ പലപ്പോഴും സ്ത്രീകൾ നിർബന്ധിതരായിട്ട് മാറുന്നു. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഗ്ലോബലൈസേഷൻ പഠിച്ചിട്ടുണ്ട്, ആഗോളവൽക്കരണം. അപ്പോൾ ഗ്ലോബലി എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തല്ല, ആഗോളതലത്തിൽ വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. വിമൻ ഏൺ, വട്ട് യു മീൻ ഏൺ? സമ്പാദിക്കുക. ഏണിംഗ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം. ലോകത്തെല്ലായിടത്തും ആഗോളതലത്തിൽ സ്ത്രീകൾ സമ്പാദിക്കുന്ന എത്രയാ? 3/4 ആസ് മച്ച് ആസ് മെൻ. എത്ര? ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4, കാൽഭാഗം. 3/4 എന്ന് പറഞ്ഞാലോ 3 കാൽഭാഗം കൂടി എത്രയാവും? 3/4 ഭാഗം. 3/4 ആസ് മച്ച് ആസ് മെൻ. പുരുഷന് സമ്പാദിക്കുന്നതിൻ്റെ 3/4 ഭാഗം മാത്രമേ ആഗോളതലത്തിൽ സ്ത്രീകൾ സമ്പാദിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പുരുഷന് 100 രൂപ കൂലി കിട്ടിയാൽ സ്ത്രീകൾക്ക് 75 കിട്ടുന്നുള്ളൂ. അതിന് 3/4 ഭാഗം മാത്രമേ ഗ്ലോബലായി സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. എങ്ങനെ? ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ സെയിം ഓക്യുപ്പേഷൻ. അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും ചെയ്യുന്നത് സെയിം ലെവൽ ഓഫ് ഒക്കുപ്പേഷൻ. ഒക്കുപ്പേഷൻ മീൻസ് തൊഴിൽ. ചെയ്യുന്നത് ഒരേ തൊഴിലാണെങ്കിലും, പുരുഷനും സ്ത്രീക്കും ഒരേ വിദ്യാഭ്യാസമാണെങ്കിലും പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല? പുരുഷന് കിട്ടുന്നതിൻ്റെ 3/4 ഭാഗം മാത്രമേ സ്ത്രീകൾക്ക് കൂലിയായി, ശമ്പളമായി അവർക്ക് ലോകത്ത് ലഭിക്കുന്നുള്ളൂ. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. അതവിടെ പറയുന്നത്, ദോ ദ ബേസിക് നോം ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ലോകത്തെല്ലായിടത്തുമുള്ള ഒരു നോംസ് ഉണ്ട്, ഒരു ബേസിക് നോം. ബേസിക് എന്ന് പറയുക അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നോം, നിയമം, ചട്ടം. ലോകത്തെല്ലായിടത്തും അടിസ്ഥാനപരമായ ഒരു ചട്ടമുണ്ട്. എന്താണ് ചട്ടം? അത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ കൂലി. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം കൂടാതെ തുല്യമായ ജോലിയാണെങ്കിൽ കൂലി തുല്യമായിരിക്കണം എന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, സർക്കാർ ജീവനക്കാരായിട്ടുള്ള, അധ്യാപകരായിട്ടുള്ള ആളുകൾ, അവിടെ ഹൈസ്കൂൾ അധ്യാപകർക്ക് പുരുഷനായാലും സ്ത്രീ ആയാലും ലഭിക്കുന്ന ശമ്പളം ഒന്നുപോലെയാണ്. സർക്കാർ ജീവനക്കാർക്കൊക്കെ എന്ത് ചെയ്യാം? പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, അവർക്കൊക്കെ ലഭിക്കുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതെല്ലാ മേഖലകളിലും അങ്ങനെ ലഭിക്കണമെന്നുള്ളതാണ് ബേസിക് നോം, അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. പക്ഷെ അത് ലോകത്ത് ഒരിടത്തും നടപ്പാകുന്നില്ല. പുരുഷൻ കിട്ടുന്നതിൻ്റെ 3/4 ഭാഗം മാത്രമേ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ്. എന്താ റിസർച്ച് എന്ന് പറഞ്ഞാൽ? ഗവേഷണം. റീസെൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തുള്ള. അപ്പോൾ അടുത്ത കാലത്തായി നടത്തിയിട്ടുള്ള ചില പഠനങ്ങൾ, ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ്. എലിമിനേറ്റ് ചെയ്യാം. നിങ്ങൾ റിയാലിറ്റി ഷോയിലൊക്കെ എലിമിനേഷൻ റൗണ്ട് കണ്ടിട്ടുണ്ട്. എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടുകയാണ്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. എന്താ ഒഴിവാക്കേണ്ടത്? ജെൻഡർ ഗ്യാപ്പ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗം, പുരുഷലിംഗം, സ്ത്രീ, പുരുഷൻ, സ്ത്രീ. അപ്പോൾ ജെൻഡർ ഗ്യാപ്പ്, ആ ലിംഗവ്യത്യാസം, ലിംഗവിവേചനം എലിമിനേറ്റ് ചെയ്യുക. പുരുഷനോ സ്ത്രീയോ എന്നുള്ള വ്യത്യാസം മാറ്റുക. തൊഴിലാളി എന്ന് കാണുക. അവിടെ പുരുഷനായ തൊഴിലാളിയെന്നോ സ്ത്രീയായ തൊഴിലാളി എന്ന് കാണാതെ
എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തത്തിൽ ജെൻഡർ ഗ്യാപ്സ്, ലിംഗവ്യത്യാസം ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. എന്താ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക. പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം. അപ്പോൾ തൊഴിലിടങ്ങളിൽ ലിംഗവ്യത്യാസം ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യാൻ ബ്രിങ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിൽ വർധന ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം വളരണമെങ്കിൽ എന്ത് വേണം? തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ലിംഗവ്യത്യാസം ഒഴിവാക്കണം. എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ്